അമൃതം പൊടിയുടെ പച്ച രുചിയാണ് നിങ്ങൾക്ക് പ്രശ്നം. എന്നാൽ ഇതൊന്നുമില്ലാതെ ഒരു അടിപൊളി കേക്ക് റെഡിയാക്കി നോക്കിയാലോ. 2 ഗ്ലാസ് അമൃതം പൊടി നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് അളന്നെടുക്കുന്നു. ഇനി വേറൊരു പാത്രം എടുത്ത് അതിലേക്ക് ഇതെല്ലാം അരിപ്പ വെച്ച് അരിച്ച് മാറ്റുന്നു. ഇതിൽ തരിയും പൊടികളും ഒക്കെ കാണുമേ, അത് മാറ്റിയെടുക്കാനാണ്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും 1 നുള്ളു ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഈ മിക്സ് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം മിക്സിയിലേക്ക് 2 മുട്ട, 1/4 ഗ്ലാസ് സൺഫ്ലവർ ഓയിൽ ഇവ അടിച്ച് മിക്സ് ചെയ്ത് ഈ ബാറ്ററിലേക്ക് ഒഴിക്കുക. ഇനി ഇത് കേക്കിൻ്റെ കൺസിസ്റ്റൻസി ആക്കാൻ വേണ്ടി ഇതിലേക്ക് ചെറു ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഒരുപാട് ചൂടാവാൻ പാടില്ല, ചെറു ചൂടുവെള്ളം. ഇത് പാലല്ല കേട്ടോ, ഇത് മിക്സിയുടെ ജാറ് കഴുകി ഒഴിച്ച വെള്ളമാണ്. അപ്പോൾ ആ ചെറിയ ചൂടുവെള്ളം ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കേക്കിൻ്റെ ബാറ്ററിലാക്കി എടുക്കുക. പഞ്ചസാര ആവശ്യത്തിന് മധുരം വേണമെന്നുണ്ടെങ്കിൽ നോക്കി പഞ്ചസാര ഇടുക. പഞ്ചസാര ഇട്ട കൂട്ടത്തിൽ ഞാൻ കുറച്ച് ജീരകം കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കുക്കർ പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രം എടുത്ത് അതിലേക്ക് വെണ്ണയോ നെയ്യോ എന്തെങ്കിലും ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നന്നായി ആ ബാറ്റർ അതിലേക്ക് ഒഴിച്ച് ഡാബ് ചെയ്തതിന് ശേഷം കുക്കറിലേക്ക് ഇറക്കി വെക്കുക. അടിപൊളി സ്പോഞ്ചി ആയിട്ടുള്ള കേക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.